ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഉറങ്ങി എണീച്ചതിൻ്റെ ആ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അവളുടെ ഫേസിലാണേലും എൻ്റെ ഫേസിലാണേലും കാണുന്നുള്ളത്. പിന്നെ ഇവക്കിപ്പോൾ നമ്മൾ എന്താ ദൈവത്തിനെ പറഞ്ഞാൽ ഓക്കിപ്പോൾ മനസ്സിലാവാറുണ്ട്. നമ്മൾ തമ്പാച്ചി എന്നാണ് അവളോട് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഓക്ക് മനസ്സിലാവാറുണ്ട് ഇപ്പോൾ. പിന്നെ ഇളയമ്മൻ്റെ കയ്യിലായിരുന്നു ഓള്. അപ്പോൾ ഓളാണെങ്കിൽ എന്താ പൂച്ചേനെ നോക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ പൂച്ച ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരാളിതാ മൂടി പൊതിച്ച് ഉറങ്ങുന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടുപളയും മീൻകറിയുമാണ്. നമ്മളിവിടെ ഇതിനെ ഓട്ടുപള എന്ന് പറയും. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിങ്ങനെ വെറുതെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവൾ എന്തോ വണ്ടി പോകുന്ന സൗണ്ട് കേട്ടിട്ട് ഇവൾ അന്തം വിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. ഇതാ കാക്കേനെ നോക്കുന്നുള്ളതാണ്. അവിടെ കുറേ കാക്കയുണ്ട്. അതിനെ നോക്കുന്നുള്ളതാണ്. കാക്കേനെ നോക്കിയതിന് ശേഷം ഇതാ ഇപ്പോൾ പൂച്ചേനെയാണ് നോക്കുന്നുള്ളത്. അപ്പോൾ എന്താ ഒന്നെങ്കിൽ കാക്ക അല്ലെങ്കിൽ പൂച്ച. പിന്നെ നമ്മൾ 3 പേരും കുറേ സമയം അവിടെ പുറത്ത് ഇങ്ങനെ ഇരുന്നു. കുറേ ദിവസമായി ഇങ്ങനെ 3 ആൾ ഒന്നിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ട്. കിയറ കിയറ Ta. 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 Kiara. Ta. Ta. Kiara, ta. Ta. പിന്നെ ഇതാ പപ്പയും മോളും വെറുതെ ഇങ്ങനെ റൗണ്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ഗേറ്റിൻ്റെ അവിടെ വരെ ഇങ്ങനെ നടക്കാൻ പോയതായിരുന്നു. ഇപ്പോൾ ഇതാ സമയം 11:45. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ചോറ്, ഫിഷ് ഫ്രൈ, ചിക്കൻ, രസം. അപ്പോൾ നമ്മളിതാ പോവുകയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. ഹസ്ബൻഡിന് ഷോപ്പിലേക്ക് വേഗം പോകാനുള്ളത് കൊണ്ടാണ് വേഗം പോകുന്നത്. അമ്മയ്ക്കിപ്പോൾ ഇവളെ വിട്ടിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ. കാരണം അവൾ നല്ല ഇപ്പോൾ കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ എന്താ രാത്രി വന്നിട്ട് രാവിലെ പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ് ഉള്ളത്. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയോളെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പോകുമെന്ന് വിചാരിച്ചിട്ട് ഓൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ കരയുവാണ്. നമ്മൾ വിട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് കരയുന്നുള്ളതാണ്.
പിന്നെ ഗേറ്റിൻ്റെ അടുത്തേക്ക് അമ്മ അവളെ കൊണ്ട് തന്നു. എന്നിട്ട് നമ്മൾ പോകുന്നുള്ളതാണ്. ഇവക്കിതാ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങുമോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ ഇതാ ഇങ്ങനെ എന്തേലും അവിടെ നേരെ ആക്കാൻ നോക്കും സിപ്പൊക്കെ. പിന്നെ ഇതാ അന്തം വിട്ട് നോക്കുന്ന പോലെ ഉണ്ട്. മുകളിൽ എന്തോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കുന്നുള്ളതാണ്. ഞാൻ മിൽക്കി ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു വെറുതെ കയ്യിൽ. പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. വണ്ടിയിൽ കുറച്ച് എത്താനാവുമ്പോൾ തന്നെ ആൾ നല്ല ഉറങ്ങി. പിന്നെ ഞാൻ അവളെ തൊട്ടിലേക്ക് എടുത്തി. അപ്പോൾ ഓൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഫുഡ് റെഡിയാക്കി വെക്കുന്നുള്ളതാണ് ഞാൻ. അപ്പോൾ എന്താ, ഉറങ്ങി എണീച്ചാൽ മാത്രമേ ഓളിങ്ങനെ കുറച്ചെങ്കിലും കഴിക്കൂ. അല്ലെങ്കിൽ ഓളങ്ങനെ കഴിക്കുന്നത് കുറവാണ്, തുപ്പിക്കളയും. നല്ല വിശന്നാൽ മാത്രമേ ആൾ ഫുഡൊക്കെ കഴിക്കാറുള്ളൂ. അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു ഞാൻ. അങ്ങനെ ഇതാ കുറച്ച് ഉറങ്ങിയിട്ട് ഓൾ എഴുന്നേറ്റു. അപ്പോൾ ഇവളിപ്പോൾ ഇങ്ങനെയാണ് തിരിഞ്ഞിട്ടുണ്ടാവും നമ്മൾ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുവാണ്. അപ്പോൾ ഇവൾ ഉറക്കം ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ കരഞ്ഞിട്ടാണെങ്കിലും ഫുഡ് കുറച്ചെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരയും നോക്കുക തന്നെ ഫുഡ് കൊടുത്തു. ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും പിന്നെ ഓള് അത് എങ്ങനെയും കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ ഇതാ ഡ്രസ്സ് ഇട്ടാൽ ഇതാണ് കുഴപ്പം. ഫുള്ള് ഡ്രസ്സിലൊക്കെ ആക്കി വെക്കും. മറ്റേ ആ ആപ്രോൺ കിട്ടുന്നുണ്ട്, അത് വാങ്ങിയിട്ടില്ല, അത് വാങ്ങാൻ നോക്കണം. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ എന്താ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പോയത്. പക്ഷെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും ഓൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഓൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഓളെ വാഷൊക്കെ ചെയ്തു. വേറൊരു ഡ്രസ്സ് ഇടാൻ നോക്കുമ്പോൾ ഓൾ നല്ല കരച്ചിലായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓൾ അവിടെ തന്നെ ഉറങ്ങി. എന്താ ഒരുറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. ഉറക്കം പിന്നെയും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നതിന് ശേഷം അവൾക്ക് ഓറഞ്ച് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കയ്യിൽ പിടിച്ചിട്ടാണ് അവളെ കളി. പിന്നെ കുറച്ച് സമയം പുറത്തിങ്ങനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് ആക്കിയതായിരുന്നു ഇവളെ. അപ്പോൾ ഇവളാണെങ്കിൽ എന്താ എല്ലാ സ്ഥലത്തേക്കും എത്തും. വയറൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും എത്തും. ചെറിയ എന്തെങ്കിലും സാധനം അവളെ കണ്ണിൽ കണ്ടാൽ മതി, അത് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കും. ഇതുവരെ വായിലേക്ക് ഇടാനൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ വിളിക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുവാണ്. Clap, clap, clap. 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 Clap, clap, clap.
ക്ലാപ്പ് 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 ക്ലാപ്പ്. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. സ്കൂട്ടി കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. ഇവയ്ക്ക് ഇന്നെന്തോ ഭയങ്കര ഉറക്കാണെന്ന് തോന്നുന്നു. ഫേസൊക്കെ ഫുള്ള് റെഡ് ആയിട്ടുണ്ട്, കണ്ണും മൂക്കും ഒക്കെ. ഫുള്ളിങ്ങനെ നോക്കുന്നുണ്ട് മുകളിലൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. കാരണം ഇവിടെ കുട്ടികളാരുമില്ല. ഇല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് കളിച്ചുകൊണ്ടൊക്കെ. ഇന്ന് ആരുമില്ല. ഇവളെ ഉറക്കാൻ പറ്റുന്നോന്ന് നോക്കണം. നല്ല ഉറക്കിലാണ് ആളുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.